എൻ്റെ കയ്യിൽ നിന്ന് നീഷ് പെർഫ്യൂംസ് മാത്രം വാങ്ങുന്ന ഒരു സബ്സ്ക്രൈബർ ഉണ്ട്. എൻ്റെ നാട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ അവൻ്റെ കൂടെ ഒരു സുഹൃത്ത് വരും. അവൻ വലിയ പെർഫ്യൂം കളക്ടറൊന്നുമില്ല. സാധാരണ വിലയിലുള്ള പെർഫ്യൂംസ് ഒക്കെ വാങ്ങാനാണ് പുള്ളിക്കാരന് ഇഷ്ടം. 1-2 സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അവൻ്റെ കൂടെ വരുന്നതുകൊണ്ട് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ അങ്ങേ ആഴ്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന ആളുടെ സുഹൃത്താണ്. ഞാൻ പറഞ്ഞു, എനിക്കറിയാം, ഓർമ്മയുണ്ട്, എനിക്കൊരു പെർഫ്യൂം വേണം. എനിക്ക് അവനെ പോലെ വലിയ നീഷ് സാധനങ്ങൾ കൂടിയൊന്നും വേണ്ട, ഒരു ബഡ്ജറ്റിൽ നിൽക്കുന്ന സാധനം മതി, നമുക്ക് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം മതി. ഞാൻ പറഞ്ഞു, ശരി, കൊണ്ടുവരാം. അങ്ങനെ ഞാനൊരു 3-4 പെർഫ്യൂംസ്, ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു 3000 രൂപ താഴെ നിൽക്കുന്ന ഒരു 3-4 പെർഫ്യൂംസ് പുള്ളിക്കാരൻ വന്നപ്പോൾ കൊണ്ടുപോയി. അപ്പോൾ ഇവൻ കാറിൽ കയറിയപ്പോൾ ഇവൻ്റെ അടുത്ത് നല്ല മണം. ഞാൻ പറഞ്ഞു, ഇതേത് പെർഫ്യൂം അടിച്ചിരിക്കുന്നത്? പേരെനിക്കറിയില്ല, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഫോട്ടോ അയക്കാൻ പറഞ്ഞു. എന്നിട്ട് അവൻ എനിക്ക് അയച്ചിരുന്ന ഫോട്ടോയാണ് ഈ ഒരു സാധനം. എന്നിട്ട് പുള്ളിക്കാരൻ പാരീസ് കോർണർ റിഫാക്കത്ത് എടുത്തു. ഞാനൊരു 3-4 പെർഫ്യൂം കൊണ്ടുപോയി. അതിനകത്ത് റിഫാക്കത്താണ് പുള്ളിക്കാരൻ ഇഷ്ടം. അദ്ദേഹത്തിന് ഈ വാനില, ഡാർക്ക് വാനില അല്ലെങ്കിൽ സ്വീറ്റ് പെർഫ്യൂമിനോടാണ് താല്പര്യം എന്ന് എനിക്ക് മനസ്സിലായി. എടുത്ത 2-3 ലാസ്റ്റ് തവണ എടുത്തത് അതുപോലത്തെ DN ഉള്ളതായിരുന്നു. എന്തായാലും റിഫാക്കത്ത് എടുത്തു. എന്നിട്ട് പുള്ളിക്കാരൻ വീട്ടിൽ പോയിട്ട് എനിക്ക് അയച്ചിരുന്ന സാധനമാണ് ഈ ഒരു മിന്യ എന്നുള്ള ഈ ഒരു പെർഫ്യൂം, പാരീസ് കോർണറിന്റെ തന്നെ. ഞാനത് വാങ്ങി 1-2 ഒക്കേഷനിലൊക്കെ ട്രൈ ചെയ്ത് നോക്കി. സോ ഈ ഒരു പെർഫ്യൂമിന്റെ വിശേഷമാണ് പറയാനുള്ളത്. പാരീസ് കോർണറിന്റെ കുറച്ചധികം പെർഫ്യൂംസ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടെ ഉണ്ട് റിവ്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ മിന്യ, ഇത് EDP ആണ് കോൺസെൻട്രേഷൻ വരുന്നത്, 100 ml. പ്രത്യേകിച്ച് ബോക്സിന് വലിയ ആഡംബരം കാര്യങ്ങളൊന്നുമില്ല. ബാച്ച് കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ UAE. ബോട്ടിൽ കാണാൻ ഒരു ചന്തമൊക്കെ ഉണ്ട്. നല്ലൊരു ഭാരമുള്ളൊരു ബോട്ടിലാണ്. ക്യാപ്പ് പ്ലാസ്റ്റിക് ആണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു പിസ്താടെ കളറിലുള്ള ബോട്ടിൽ കളർ. ഇതിന്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ആൽമണ്ട്, വാനില, നട്ടി, പൗഡറി, വുഡി, സ്വീറ്റ്, ഫ്രൂട്ടി, ഫ്ലോറൽ, വൈറ്റ് ഫ്ലോറൽ, ഗ്രീൻ. ഇതിൽ കൊടുത്തിരിക്കുന്ന നോട്ട്സ്, ടോപ്പ് നോട്ടിൽ ആൽമണ്ട്, പിസ്താഷ്യോ, മിഡിൽ നോട്ടിൽ ഹീലിയോട്രോപ്പ്, ജാസ്മിൻ, ബേസ് നോട്ടിൽ വാനില, സോൾട്ടഡ് കാരമൽ, സാൻഡൽവുഡ്. ഈ എല്ലാ നോട്ടും ഇതിൽ നിന്ന് കിട്ടും. ഇത് ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാം. നല്ല സ്പ്രെയർ ആണ്, നന്നായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഓപ്പണിങ്ങിൽ തന്നെ ആൽമണ്ട്, പിസ്തയും ആൽമണ്ടും 2 നട്ട്സ് ആണ്. ഈ 2 നട്ട്സിന്റെ സ്മെല്ല് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ വെരി ബിഗിനിങ് ആൽമണ്ടും പിസ്തയും, ഒരു നടുക്ക് പുറം പാളിയിൽ ആൽമണ്ട്, ഏറ്റവും അടിത്തട്ടില് പിസ്ത, നടുക്ക് വാനില അല്ലെങ്കിൽ ഒരു കാരമൽ. ഇതാണ് ഇതിന്റെ മണം. പിന്നെ ഒരു കോക്കനട്ട് പോലുള്ള ഒരു ക്രീമി മണമുണ്ട്. ആൽമണ്ട്, പിസ്ത, വാനില, ഇത്രയുമാണ് ഇതിന്റെ ഒരു സ്മെൽ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച ഈ പെർഫ്യൂമായി. ഇനി ഒരു പെർഫ്യൂമിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, പെർഫ്യൂമിൽ ഒരു ത്രികോണം എടുത്തു കഴിഞ്ഞാൽ ത്രികോണത്തിലെ 3 മൂല എന്ന പോലെ ഇന്റൻസിറ്റി, ഡിഫ്യൂഷൻ, ലോങ്ജിവിറ്റി, ഈ 3 കാര്യങ്ങൾ ഒരുപോലെ മീറ്റ് ചെയ്യണം. പെർഫ്യൂമിന് തീവ്രത ഉണ്ടായിരിക്കണം, ഡിഫ്യൂഷൻ, അതിൽ പ്രൊജക്റ്റ് ചെയ്യാനുള്ള, പുറത്തേക്ക് മണം ബഹിർഗമിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം, ലോങ്ജിവിറ്റി, അത് നീണ്ടു നിൽക്കണം. ഈ 3 ഘടകം ഒരുപോലെ മീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു പെർഫ്യൂമിനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂമായിട്ട് മാറുകയുള്ളൂ. 3ഉം ഒരുപോലെ മീറ്റ് ചെയ്യണം, ഒപ്പം മണവും. ഈ 3 കാര്യം മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫ്യൂം വർത്തായി എന്ന് പറയാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ടാണ് പെർഫ്യൂം സിന്തറ്റിക് ആണോ ഇല്ലയോ എന്നൊക്കെ നോക്കേണ്ടത്. ഇപ്പൊ സിന്തറ്റിക് ആണെങ്കിൽ കൂടിയും ഈ പെർഫ്യൂമിന് ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും മണവും ഉണ്ടെങ്കിൽ നമ്മൾ സിന്തറ്റിക് ആണെന്നുള്ള കാര്യം മാറ്റിവെക്കും. ഇപ്പോൾ ഉദാഹരണം ഡിയോർ സവാഷ് നല്ലൊരു സിന്തറ്റിക് പെർഫ്യൂമാണ്, ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് ഡിയോർ സവാഷ്. പക്ഷെ എങ്കിലും മാസ് അപ്പീലിംഗ് ആയ കാര്യം എന്താ? അതിന്റെ ആ ഒരു പ്രൊജക്ഷന്റെ ഒരു കഴിവ്. ഇപ്പൊ അത് റീഫോർമുലേറ്റ് ചെയ്തത് വേറെ കാര്യം, പക്ഷെ അതിന്റെ പ്രൊജക്ഷനും അതിന്റെ മണവും ലോങ്ജിവിറ്റി ഒക്കെയാണ് ഡിയോർ സവാഷിനെ ഇത്രമാത്രം ജനപ്രീതി നേടിക്കൊടുത്തത്. അതുപോലെ തന്നെ ഓരോ പെർഫ്യൂമും. ഇനി ഒരു 3000 രൂപയെ താഴെ വരുന്ന ഒരു പെർഫ്യൂമിന് നിങ്ങൾ ഒരിക്കലും, ഞാൻ പലപ്പോഴും പറഞ്ഞൊരു ഉദാഹരണമാണ്, ഈ 10-15,000 അല്ലെങ്കിൽ ഒരു ഡിസൈനർ നീഷ് പെർഫ്യൂമിന്റെ ക്വാളിറ്റി ഒരിക്കലും നിങ്ങൾ ഒരു 3000 രൂപ അല്ലെങ്കിൽ 2000 രൂപ താഴെ വരുന്ന പെർഫ്യൂം പ്രതീക്ഷിക്കരുത്. ഒരു 10,000 രൂപയുടെ ഒരു സ്പീക്കർ സിസ്റ്റത്തിൽ നിന്ന് 2.5 ലക്ഷം രൂപയുടെ ഒരു ഡോൾബി അറ്റ്മോസ് സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ. അതുപോലെ തന്നെയാണ് പെർഫ്യൂമിന്റെ കാര്യത്തിൽ. പെർഫ്യൂമിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ നേരെ തിരിച്ചു ചിന്തിക്കുന്നത്? ഇതിന് ഉദ്ദേശിച്ച അത്ര അല്ലെങ്കിൽ നാച്ചുറൽ സ്മെല്ലല്ല. എങ്ങനെയാണ് ആ 2000-3000 രൂപ താഴെ വരുന്ന പെർഫ്യൂമിന് നാച്ചുറൽ സ്മെൽ ഉണ്ടാവുക? ഒരിക്കലും ഉണ്ടാവത്തില്ല. ഇനി ഒരു സാധാരണക്കാരന്റെ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവനെ സംബന്ധിച്ച്, അന്നു വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അവൻ ഉദ്ദേശിക്കുന്നത് പെർഫ്യൂമിന് ലോങ്ജിവിറ്റി വേണം, പ്രൊജക്ഷൻ വേണം, നല്ല സ്ട്രോങ് ആയിരിക്കണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവൻ ആ പെർഫ്യൂം വർക്കൗട്ടായി. അവൻ അതിനകത്ത് നീഷ് ക്വാളിറ്റി ഉണ്ടോ, ഇതിൽ നാച്ചുറൽ സ്മെല്ലാണോ, ചേർത്തിരിക്കുന്നത് ഹേറ്റിയൻ വെട്ടുവറാണോ, മഡഗാസ്കർ വാനിലയാണോ, ബർബോൺ വാനിലയാണോ, ഗ്രീൻ ആപ്പിൾ നോട്ടുണ്ടോ എന്നൊന്നും നോക്കില്ല. ഈ 3 കാര്യം മാത്രമായിരിക്കും അവന്റെ പ്രധാനപ്പെട്ട മാൻഡേറ്ററി. അപ്പോൾ ഈ 3 കാര്യം ഈ 3000 രൂപ അല്ലെങ്കിൽ 2000 രൂപയിൽ താഴെ വരുന്ന പെർഫ്യൂമിൽ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് നിങ്ങൾ സിന്തറ്റിക് ആണോ ചീപ്പ് സ്മെല്ലാണോ നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ 3 കാര്യം മീറ്റ് ചെയ്യുന്നുണ്ടോ? പ്രൊജക്ഷൻ ഉണ്ടോ, ലോങ്ജിവിറ്റി ഉണ്ടോ, ഇന്റൻസിറ്റി ഉണ്ടോ? ഈ 3 കാര്യം വർക്കൗട്ട് ആയി നിങ്ങൾ ആ പെർഫ്യൂം എടുക്കുക. അവിടെ അത് സിന്തറ്റിക് ആണെന്നുള്ള ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല, അപ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണത്. ഈ ഒരു പെർഫ്യൂമിൽ ഈ 3 ഘടകമുണ്ട്.
അത് ഞാൻ ക്ലിയർ കട്ടായിട്ട് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ലെവൽ ഞാൻ ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് വേണം നിങ്ങൾ വാങ്ങാൻ. ഞാൻ നീഷ് പെർഫ്യൂംസ് റിവ്യൂ ചെയ്യാറുണ്ട്, ഡിസൈനർ പെർഫ്യൂംസ് റിവ്യൂ ചെയ്യാറുണ്ട്, ക്ലോൺ ഇൻസ്പയർഡ് പെർഫ്യൂംസ് റിവ്യൂ ചെയ്യാറുണ്ട്. എന്നിട്ട് പോലും എനിക്ക് ഇതിന്റെ മണം കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കാറിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ നല്ല മണം തോന്നി. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഞാൻ വാങ്ങി. ഒരു നീഷ് പെർഫ്യൂം വാങ്ങുന്ന ഒരാളെന്ന് എനിക്ക് ഇംപ്രസ് ആയെങ്കിൽ സാധാരണക്കാരൻ എത്രമാത്രം ഇംപ്രസ് ആവും? സോ അത്തരം പെർഫ്യൂമിൽ നിങ്ങൾ ഒരിക്കലും ഇയാളെന്തോ ഈ പെർഫ്യൂമൊക്കെ ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഞാനിത് പൈസ കൊടുത്ത് വാങ്ങുന്നതാണ്, എനിക്കാരും അവതരിച്ച് തരുന്നതല്ല. അപ്പോൾ എനിക്കതുകൊണ്ട് പറയാൻ പറ്റും, ഇത്തരം പെർഫ്യൂമിൽ നിങ്ങൾ സിന്തറ്റിക് ഫാക്ടർ ഉണ്ട്. അതിന് ആര് പറഞ്ഞാലും അത് സിന്തറ്റിക് ആയിട്ടുള്ള സ്മെൽ ഉണ്ടാവും. പക്ഷെ ചില പെർഫ്യൂമിൽ അവരെന്ത് ചെയ്യും, സിന്തറ്റിക് ആണെന്ന് കാണിക്കാത്ത രീതിയിൽ അതിനൊരു പുറത്തൊരു പുകമറ സൃഷ്ടിക്കും. ആ ഒരു കഴിവ് ചില പെർഫ്യൂം ചെയ്തു വെക്കും. ഉദാഹരണത്തിന് റിഫാക്കത്ത്, YSL ബേബി കാരിന്റെ അതേ സ്മെല്ലാണ്. കണ്ടാൽ സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്ര വിധത്തിൽ ക്ലോസ് ആണ്. പക്ക നാച്ചുറൽ ആണെന്ന് തോന്നുകയും ചെയ്യും. പക്ഷെ അത് സിന്തറ്റിക് ആണ്, പക്ഷെ അറിയത്തില്ല. അതുപോലെ ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള കഴിവ് വേണം. ചില പെർഫ്യൂം അത് നന്നായിട്ട് അത് ചെയ്യാറുണ്ട്, ചില പെർഫ്യൂം അത് ചീറ്റി പോകാറുമുണ്ട്. പക്ഷെ ചീറ്റി പോയാലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മേക്ക് ചെയ്താലും ഇല്ലെങ്കിലും, നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എത്ര നോക്കുക, ആ പൈസക്കുള്ള പെർഫോമൻസ് ഉണ്ടോ നോക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഇതിന്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ 3 ആ ഘടകവും ഒരുപോലെ യോജിച്ച് വരുന്ന ഒരു പെർഫ്യൂമാണ് മിന്യ. മാസ് അപ്പീലിംഗ് ആയിട്ടുള്ള മണമാണ്. പിസ്ത, ആൽമണ്ട്, വാനില, ഹീലിയോട്രോപ്പ്, ഫ്ലോറൽ, നട്ടി, സ്വീറ്റ് വാനില പെർഫ്യൂം. ഒരു 2000 രൂപയെ താഴെ ഇതിന്റെ വില വരുന്നത് 1,900 ആണ്. ഈ 1,900 ക്വാളിറ്റിയും പെർഫോമൻസും ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും ഉണ്ടോ നോക്കിയാൽ മാത്രം മതി. അതിനപ്പുറം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. സോ ആ 1,900 രൂപ മുടക്കുമ്പോൾ അതിനുള്ള ക്വാളിറ്റി ഉണ്ട്, ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്. സിന്തറ്റിക് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രൈസ് വരുന്നതൊക്കെ സിന്തറ്റിക് ആയിരിക്കും, അത് മനസ്സിൽ വെക്കുക. ഇനി മണം നന്നായിട്ട് ഇത് പ്രൊജക്ട് ചെയ്യും. റൂം ഫില്ലറാണ്, റൂം അല്ല, വലിയൊരു മുറി, 2-3 മുറികളൊക്കെ കൂടിച്ചേർന്ന് വലിയൊരു ഹാള് തന്നെ ഫില്ല് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊജക്ഷന്റെ കാര്യത്തിൽ വളരെ ബോംബായിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. സോ സ്ട്രോങ് പ്രൊജക്ഷൻ ഉണ്ട്, ഇന്റൻസിറ്റി കൂടുതലാണ്, ലോങ്ജിവിറ്റി ഉണ്ട്. ഒരു 10-12 മണിക്കൂർ നേരം വസ്ത്രത്തിൽ മണം ഉണ്ടാവും. ആദ്യത്തെ 4 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷനാണ്. മോൺസ്റ്റർ ലെവൽ പ്രൊജക്ഷൻ ഉള്ള ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ഇപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ബോഡിയിൽ അടിക്കുന്നതിനേക്കാൾ വസ്ത്രത്തിൽ അടിക്കുന്നതായിരിക്കും നല്ലത്. ക്ലോസ് ആയിട്ട് വെച്ച് അടിക്കരുത്, ഒരു അടി ദൂരത്ത് മാറ്റി വെച്ചിട്ട് വേണം സ്പ്രേ ചെയ്യാൻ. ഇനി ഇതേത് കാലാവസ്ഥയിൽ ഉപയോഗിക്കണം? പിസ്തയും ആൽമണ്ടൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് രാവിലെ ഉപയോഗിക്കാം, ഉച്ചയ്ക്ക് ഉപയോഗിക്കാം, വൈകുന്നേരം ഉപയോഗിക്കാം, രാത്രി ഉപയോഗിക്കാം, എപ്പോഴെങ്കിലും ഉപയോഗിക്കാം. ഇനി ഈ 2000 രൂപ താഴെ ഒരു കല്യാണത്തിലൊക്കെ പോകുമ്പോൾ, കല്യാണം അല്ലെങ്കിൽ കല്യാണ ചെക്കിന് യൂണിസെക്സ് ആണ്, 2 കൂട്ടർക്ക് യൂസ് ചെയ്യും. പെണ്ണിനും ഉപയോഗിക്കാം, ആണിനും ഉപയോഗിക്കാം. അപ്പോൾ 2 കൂട്ടർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഇത്. നീഷ് പെർഫ്യൂം നോക്കുന്നവർക്കുള്ളതല്ല, ഇത് സാധാരണക്കാർക്കുള്ളതാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെർഫ്യൂം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ പ്രൊജക്ഷൻ ഉണ്ടോ, ലോങ്ജിവിറ്റി ഉണ്ടോ, ക്വാളിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ മണം ഉണ്ടോ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പെർഫ്യൂമാണ്. സോ അങ്ങനെയുള്ള ഒരു പെർഫ്യൂം വാങ്ങുക. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പെർഫ്യൂം യൂണീക്കാണ്. വേറൊരു പെർഫ്യൂമിൽ ഈ മണം കിട്ടിയിട്ടില്ല. അത് എടുത്തു പറയേണ്ട കാര്യം. ഓഫീസിലൊക്കെ യൂസ് ചെയ്യാം, രാവിലെ അടിച്ചിട്ട് പോകാം, വെയിലത്ത് അടിച്ചിട്ട് പോകാനും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ കല്യാണം, പാർട്ടി, ക്ലബിങ്, രാത്രി ഫുഡ് അടിക്കാനൊക്കെ പോകുമ്പോൾ, കൂട്ടുകാരുടെ കറങ്ങാൻ പോകുമ്പോൾ, സിനിമയ്ക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടുമായിട്ടൊക്കെ പുറത്ത് പോകുന്ന സമയത്ത്, ഭാര്യയുമായിട്ട് കാറിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്, നമ്മൾ കസിൻസിൻ്റെ ബന്ധുക്കളുടെ വീട്ടിൽ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓൾ ഇയർ അറൗണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ഒരു സെമി ഗുർമൗണ്ട് പെർഫ്യൂം എന്ന് വേണമെങ്കിൽ പറയാം. വില 1,900. ഞാൻ വാങ്ങിയ സെല്ലറിൻ്റെ നമ്പർ നമ്മുടെ പാരീസ് കോർണറിൻ്റെ ഇന്റർനാഷണൽ സെല്ലറാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ കമന്റിൽ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഡയറക്റ്റ് അയാളിൽ തന്നെ വാങ്ങാനേ ഉള്ളൂ. ഞാൻ അവിടെ നിന്നാണ് വാങ്ങിയത്.